ഒരു മുംബൈയിലാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ജോസഫ് വരാനായിട്ട് പോവുകയാണ്. അതിനു മുൻപ് തന്നെ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ച് തൻ്റെ വരവറിയിക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ഇവിടെ വന്നാൽ മാത്രമേ അലീനയെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. വരാമെന്ന് പറയുന്നു നമ്മുടെ സ്റ്റാലിൻ. ഇവിടെയാണെങ്കിൽ അലീന പോകുന്നതിൻ്റെ വിഷമത്തിലാണ് കടപ്പാട്ടൂർ വീട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയെ തനിക്ക് ഇവിടെ നിന്ന് വിട്ടുകൊടുക്കണമെന്നോ ഇവിടെ നിന്ന് അകറ്റി നിർത്തണമെന്നോ ആഗ്രഹമില്ല, അവളായിട്ട് തീരുമാനിച്ചതാണ്. ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ഒന്നും ചെയ്യാൻ ഇതിൽ കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇവിടെ കൃഷ്ണയ്ക്കും ബബിതയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. അലീന ചേച്ചി പോകുമ്പോൾ ചേച്ചിയോടൊരു നല്ല വാക്ക് പോലും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇവിടെ ഉണ്ടായ സഹനങ്ങൾ, വേദനകൾ, പീഡകൾ എല്ലാം അലീന ചേച്ചിയുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ ഞങ്ങളെയെല്ലാം പെട്ടെന്ന് തന്നെ മറന്നു കളയുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ബബിതയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ബബിതയാണെങ്കിൽ അലീനയുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ബബിത അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നൊരു രഹസ്യ കാഴ്ച കാണാം. പെട്ടെന്ന് തന്നെ ബബിത ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവൾക്കിത് എന്ത് പറ്റി എന്ന് ചിന്തിക്കുന്ന അലീനയെയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന സംഭവ വികാസത്തിൻ്റെ ഇടയിൽ അവിടേക്ക് മനുവിൻ്റെ കോളും വരുന്നുണ്ട്. മനുവാണെങ്കിൽ അലീന പോകുന്നതിൻ്റെ സങ്കടത്തിലാണെന്ന് കാണാം. അലീനെ, നീ പോയി കഴിഞ്ഞാൽ എന്നെ മറക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനു സംസാരിക്കുന്നത് കേട്ടോ. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, മനുവേട്ടനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന്. ഇതിനിടയിൽ നമ്മുടെ സ്റ്റാൻലി ജോസഫ് അങ്ങനെ കടപ്പാട്ടൂർ വീടിൻ്റെ പടി കടന്ന് വരികയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്ന സ്റ്റാലിനെയും കൊണ്ട് ബാലചന്ദ്രൻ അലീനയുടെ മുൻപിലേക്ക് പോകുകയും അവിടെ വെച്ച് അച്ഛനും മകളും മുഖാമുഖം കണ്ടുമുട്ടുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ ക്ഷമാപണം നടത്തുകയും തൻ്റെ തെറ്റാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്രേക്ഷകരെ, പ്രിയ